വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ ശ്രീഭാമ SB. മിസ്സിന്റെ പേര് ശ്രീഭാമ എന്നാണ്. നിങ്ങൾക്ക് SB മിസ് ചെയ്ത് വിളിക്കാം. റെഡി? അപ്പൊ ഇന്ന് മിസ് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ചാപ്റ്ററിന്റെ കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം മക്കൾക്ക് പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. സുനിത ഇൻ സ്പേസ് അല്ലെ, നല്ലൊരു അടിപൊളി ചാപ്റ്റർ ആണ്. നമുക്ക് ഒരുപാട് നല്ല രസമായിട്ട് പഠിക്കാൻ പറ്റിയ ഒരു ഇൻട്രസ്റ്റിംഗ് ചാപ്റ്റർ കൂടെയാണ് അല്ലെ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കുഞ്ഞു ടോപ്പിക് മിസ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. യെസ് മക്കളെ, നമുക്കറിയാം നമ്മുടെ ചുറ്റും നോക്ക് സ്റ്റാർസ്, നമുക്ക് നൈറ്റ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ സ്റ്റാറിനെ കാണാൻ പറ്റും അല്ലെ, മൂണിനെ കാണാൻ പറ്റും. അങ്ങനെ നമ്മുടെ മുകളിൽ നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ തലയുടെ മുകളിലോട്ട് നൈറ്റ് നോക്കുന്ന സമയത്ത് ഭയങ്കര വ്യൂ ആ അല്ലെ. നമ്മുടെ സ്കൈ എന്ന് പറഞ്ഞാൽ ഭയങ്കര വണ്ടർ ചെയ്യുന്ന ഒരു എന്താണ് നമുക്ക് കാണാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ സ്കൈ എന്ന് പറയുന്നത്, ആകാശം എന്ന് പറയുന്നത് അല്ലെ. ആകാശം നിരീക്ഷിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമാണോ? ഒബ്സർവ് ചെയ്യുന്ന മക്കളുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പലപ്പോഴും സ്റ്റാറിനെ കണ്ടിട്ടുണ്ടായിരിക്കും, മൂണിനെ കണ്ടിട്ടുണ്ടായിരിക്കും, ഒരുപാട് വെറൈറ്റി സ്റ്റാറുകളെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. അപ്പൊ നമുക്ക് എപ്പോഴും ആഗ്രഹം തോന്നിയിട്ടുണ്ടോ അങ്ങനെ മുകളിലോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹം തോന്നിയിട്ടുണ്ടോ? ഈ മുകളിലുള്ള ഭാഗം ഏതാ? ഇപ്പൊ നമ്മൾ ഈ സുനിത ഇൻ സ്പേസ് എന്ന് പറഞ്ഞില്ലേ, അതിൽ ആ സ്പേസ് എന്ന് പറയുന്ന സാധനം എന്താണ്? ബഹിരാകാശം എന്നൊക്കെ നമ്മൾ വേണമെങ്കിൽ പറയും, അല്ലെങ്കിൽ സ്പേസ് എന്ന് നമ്മൾ പറയും. നമ്മളിങ്ങനെ കാണാൻ പറ്റുന്ന ദൂരത്ത് ഇങ്ങനെ സ്റ്റാർസിനെ കാണെങ്കിലും അതിലും എന്താണ് അപ്പുറം ഒരുപാട് സ്ഥലങ്ങളുണ്ട് അല്ലെ. നമുക്ക് പോകാൻ പറ്റാത്തത്ര വലിയ സ്ഥലങ്ങൾ ഉണ്ടെങ്കിൽ പോലും നമ്മളത് മനുഷ്യന്മാര് കീഴടക്കി അല്ലെ. നമ്മുടെ സുനിത വില്യംസ് അതുപോലെയുള്ള ഒരുപാട് ബഹിരാകാശ യാത്രികർ എന്ത് ചെയ്തിട്ടുണ്ട്? അവര് ബഹിരാകാശം അഥവാ സ്പേസിലോട്ട് അവര് പോയിട്ടുണ്ട് അല്ലെ. അപ്പൊ വി ഒബ്സർവ് ദ സ്റ്റാർസ് ഫ്രം ദ എർത്ത്. നമുക്ക് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് സ്റ്റാറിനെ കാണാൻ വേണ്ടി പറ്റും. വാട്ട് ഇഫ് വി ഒബ്സർവ് ദ കണ്ടക്ട് എക്സ്പെരിമെന്റ് ഫ്രം ദ സ്പേസ് ഇറ്റ് സെൽഫ്? ഇവിടെ നിന്ന് നമ്മൾ നോക്കുന്നത് പോലെ നമുക്ക് സ്പേസിൽ നിന്ന് എന്തുകൊണ്ട് നോക്കിക്കൂടാ അല്ലെ. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു സെറ്റപ്പിനാണ് നമ്മൾ സ്പേസ് സ്റ്റേഷൻ എന്ന് ആക്ച്വലി പറയാം. ബഹിരാകാശത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പേസ് സ്റ്റേഷൻ നമ്മൾ പറയും. അവിടെയാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ സുനിത വില്യംസ്, രാകേഷ് ശർമ്മ അവരൊക്കെ പോയിട്ടുള്ളത് അങ്ങോട്ടേക്കാണ്, സ്പേസിലോട്ടാണ് അവർ എന്ത് ചെയ്തത്? പോയിട്ടുള്ളത് അല്ലെ. അപ്പൊ അവിടെ നിന്ന് നമുക്ക് നിരീക്ഷിക്കാം എന്തൊക്കെയാണ് കാര്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണ് അങ്ങനെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയുള്ള ഒരു ലബോറട്ടറി സെറ്റപ്പ് ഇൻ ദ സ്പേസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സ്പേസ് സ്റ്റേഷൻ എന്ന് നമ്മൾ പറയുന്നു. ഓക്കെ, അപ്പൊ നമ്മുടെ സ്പേസ് സ്റ്റേഷനൊക്കെ നമുക്കറിയാം, ഇങ്ങനെ സ്പേസ് സ്റ്റേഷൻ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്കറിയാം. പക്ഷെ നമ്മളിപ്പോ നിൽക്കുന്നത് പോലെ നമുക്ക് അവിടെ പോയി നിൽക്കാൻ പറ്റൂടാ. അപ്പൊ മിസ് ഇപ്പൊ സ്പേസ് സ്റ്റേഷൻ നിന്നിട്ട് നമുക്ക് ക്ലാസ് എടുക്കുന്നതെന്ന് വിചാരിക്കാം. മിസ്സിന് അങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുന്നാണോ ഇവിടെ വിചാരം? പറ്റില്ല. മിസ് അങ്ങനെ പാറ് നടക്കായിരിക്കും. മിസ് പാറുകയാണ്. വാട്ട് ഈസ് ദ റീസൺ? എന്തുകൊണ്ടാണ് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഭൂമിയിൽ ഉള്ളത് പോലെയുള്ള പല സാധനങ്ങളും അവിടെ ഇല്ല. ഇവിടെ വെള്ളം ഉണ്ടോ? വാട്ടർ ഉണ്ടോ? ഉണ്ട്. ഫുഡ് ഉണ്ടോ? ഉണ്ട്. അവിടെ എന്തില്ല? ഫുഡ് ഇല്ല, വാട്ടർ ഇല്ല. എയർ ഉണ്ടോ മക്കളെ? ശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ഇവൻ അതുപോലും അല്ലേ, ആ പറയുന്ന സാധനം പോലും നമ്മുടെ അവിടെ ഇല്ല. അപ്പൊ ഈ സ്പേസ് സ്റ്റേഷനിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടത്തോട്ട് പോകുന്ന സമയത്ത് നമുക്ക് ഫേസ് ചെയ്യുന്ന കുറെ ഡിഫിക്കൽട്ടീസ് ഉണ്ട് ഇല്ലേ. അപ്പൊ നമ്മൾ സ്പേസിലോട്ടൊക്കെ പോയിട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് അവർ ഫേസ് ചെയ്ത് വന്നിട്ടുണ്ടാവുക? അപ്പൊ നമ്മുടെ സുനിത വില്യംസ് എന്ത് പ്രശ്നമാണ് അവിടെ ഫേസ് ചെയ്തിട്ടുണ്ടായിരിക്കുക? വാട്ട് പ്രോബ്ലം ക്യാൻ ബി ഫേസ്ഡ് ഓൺ ദ പീപ്പിൾ ഹു റീച്ച് ദ സ്പേസ് സ്റ്റേഷൻ ഫോർ ദ എക്സ്പെരിമെന്റ്? എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ, നോ എയർ, നോ വാട്ടർ, നോ വെയിറ്റ് അല്ലെ. എയർ ഇല്ല, വായു ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ തന്നെ പാറി നടക്കുന്നത് അല്ലെ. ഇതേപോലെ പാറി മിസ് അതുകൂടെ നടക്കുള്ളൂ അവിടെ എത്തിക്കഴിഞ്ഞാട്ടോ. ആൻഡ് വാട്ടർ ഉണ്ടോ? നമ്മൾ പറയുന്ന പോലെ വെള്ളം കുടിക്കാൻ വെള്ളം കിട്ടുമോ? ഇല്ല. നോ വാട്ടർ, നോ വെയിറ്റ്. മിസ്സിന്റെ ഒരു ഭാരം പോലും ഇവൻ അവിടെ പോയാൽ എന്ത് ചെയ്യില്ല, ഫീൽ ചെയ്യില്ല. മിസ്സിന് ഇവിടെയുള്ള ഭാരം അവിടെ നമുക്ക് ഫീൽ ചെയ്യില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ സ്പേസ് സ്റ്റേഷനിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ പാറി നടക്കുന്ന നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ. വീഡിയോസിലൊക്കെ അവരിങ്ങനെ പാറിയാ നടക്കുക, അവർ ഒരു ഭാഗത്ത് നിൽക്കൂല. കാരണം എന്താ? അവർക്ക് ഈ പറഞ്ഞ പോലെ എയർ ഇല്ല, വെയിറ്റ് ഇല്ല, ആൻഡ് നോ വാട്ടർ. അതാണ് സ്പേസ് സ്റ്റേഷനിലെ കാര്യങ്ങൾ അല്ലെ. അപ്പൊ നമ്മുടെ ഭൂമി എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ എർത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒരു മാജിക് ആണ് ശരിക്കും പറഞ്ഞാൽ. എർത്തിലോട്ട് നമ്മൾ എന്തിട്ടാലും മുകളിലോട്ട് ഇട്ടാൽ താഴെ വരും. അപ്പൊ മിസ് ഈ പെണ്ണ് ഈശ്വര താഴെ വരുമോ നോക്കാം. യെസ്, മിസ് പിടിച്ചു ഈ പെണ്ണ് അല്ലെ. ദൂരത്തോട്ട് ഇട്ട സാധനം മിസ് ഇവിടെ പിടിച്ചു. പക്ഷെ സ്പേസിൽ അങ്ങനെ പിടിക്കാൻ പറ്റുമോ? പറ്റില്ല അല്ലെ. അപ്പൊ സുനിത വില്യംസിന്റെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയുന്നത്. നോക്കുക, ഓൺ ദ എർത്ത് വെൻ വി ത്രോ സംതിങ് അപ്പ് ഇറ്റ് കംസ് ഡൗൺ. നമ്മൾ എന്തെറിഞ്ഞാലും അവിടെ എന്തെറിഞ്ഞാലും താഴത്തോട്ട് വരും ഇല്ലേ. ആൻഡ് വി ത്രോ എ ബോൾ ഇൻ എയർ ഇറ്റ് ഫോൾസ് ബാക്ക്. വി ആർ ഏബിൾ ടു ക്യാച്ച് ഇറ്റ്. നമുക്ക് പിടിക്കാനും പറ്റും. ഓൺ ദ എർത്ത് വി ഡോണ്ട് കീപ് ഫ്ലോട്ടിങ് അറൗണ്ട്. നമ്മളിങ്ങനെ പാറി നടക്കുന്നുണ്ടോ? ഇല്ല. നമ്മുടെ എർത്തിൽ എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് നമ്മൾ ജീവിക്കുകയാണ് നമ്മുടെ ഭൂമിയിൽ അല്ലെ. വെൻ വി ഫിൽ എ ഗ്ലാസ് ഓഫ് ബക്കറ്റ് വിത്ത് വാട്ടർ
It stays there. It does not float around the blob of Sunita Williams says. It has something special about the earth that make this happen. The earth pulls everything towards itself. അല്ലേ? ശരിക്കും ഇതിന് വലിയ പേരുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിൽ പോയിട്ട് പഠിക്കും. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ സാധനങ്ങൾ നിങ്ങൾ പഠിക്കും. അത് വലിയ ക്ലാസ്സിലാണ്. അപ്പോൾ ഒരു എന്തോ ഒരു സാധനം ഭൂമിയിലോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങനെ പുള്ള് ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കുക. ഈ ഒബ്ജക്ട്സുകളെല്ലാം അങ്ങനെ പുള്ള് ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവരൊരു ഫോഴ്സ് അവിടെ യൂസ് ചെയ്യുന്നുണ്ട്, അങ്ങനെ വലിക്കുന്നുണ്ട് എന്നുള്ള കേസുകൾ ആലോചിച്ച് വെക്കാം. സ്പേസിൽ പോകുന്ന സമയത്ത് സുനിത വില്യംസിന് പറ്റിയത് ഉണ്ടാക്കാൻ ഒരുപാട് ദൂരത്തോട്ടാണ് പോകുന്നത് അല്ലേ? 360 കിലോമീറ്റർ അവേ ഫ്രം എർത്തിലോട്ടാണ് സുനിത വില്യംസ് പോയിട്ടുള്ളത്. സുനിത വില്യംസിന് കണ്ടിട്ടില്ലേ മക്കളെ? കാണാത്തവർ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങളുടെ ചാപ്റ്ററിൽ ഫുൾ ആയിട്ട് പറയുന്നുണ്ട് അല്ലേ? അപ്പൊ സുനിത വില്യംസിന്റെ സ്പേസ് ഷിപ്പിലോട്ട് പോകുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത്രയും ഫോറിലോട്ടാണ്, 360 കിലോമീറ്റർ എവേയിലാണ് അവരുള്ളത്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, അവിടെ എർത്തിനെ പോലെ നമുക്ക് ജീവിക്കാൻ അങ്ങനെ പറ്റില്ല എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. റെഡി അല്ലേ? സെറ്റ് അല്ലേ? അപ്പൊ എന്ത് മനസ്സിലായി നമുക്ക് മനസ്സിലായി നമ്മുടെ എർത്താണ് അടിപൊളിയായിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് ജീവിക്കാൻ പറ്റുന്നത് നമ്മുടെ എർത്തിലാണ്. ഭാവിയിൽ ചിലപ്പോൾ പറയാൻ പറ്റില്ല, സ്പേസിലൊക്കെ പോയിട്ട് ചിലപ്പോൾ ചന്ദ്രനിൽ മൂണിലൊക്കെ ജീവിക്കാൻ പറ്റുന്നൊക്കെ കണ്ടുപിടിച്ചാൽ ഭാവിയിൽ നമ്മൾ അവിടേക്ക് ആയിരിക്കും അല്ലേ? പറയാൻ പറ്റത്തില്ല. യെസ്, ഓക്കെ. അപ്പൊ ഈ കാര്യങ്ങൾ എന്റെ മക്കൾ ഓർത്ത് വെക്കുക, അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുക. ബാക്കി കാര്യങ്ങൾ വരുന്ന വീഡിയോസിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതുവരേക്കും ബൈ ബൈ, സീ യു മക്കളെ.